മീറിനിലെ ജയിൽ മുറി. സൺ ഓഫ് ദി ഹാർപ്പിയുടെ അടുത്തേക്ക് മോസഡോർ കടന്നുവന്നു. കാവൽക്കാർ അവനെ പിടിച്ചു നിർത്തി. ഹാർപ്പി വലീരിയൻ ഭാഷയിൽ പറഞ്ഞു, അവൾ ഇവിടുത്തുകാരിയല്ല. നിങ്ങളിലെ എത്ര രാജ്യദ്രോഹികൾ അവളെ മൈസ എന്ന് വിളിച്ചാലും അവൾ ഒരിക്കലും നിങ്ങളുടെ അമ്മയാകില്ല. മോസഡോർ പകയോടെ നോക്കി നിന്നു. പകൽ വെളിച്ചത്തിൽ മീറിനിലെ തെരുവിൽ മരിച്ചുചോരയൊലിപ്പിച്ചു കിടക്കുന്ന ആ ഹാർപ്പിയുടെ ശരീരം പ്രദർശിപ്പിച്ചിരുന്നു. അവന്റെ മുഖംമൂടി വെട്ടിപ്പൊളിച്ചിരുന്നു. വയറ്റിലും തലയിലും കത്തി കുത്തിയിറക്കിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ചുമരിൽ രക്തം കൊണ്ട് എഴുതിവെച്ചിരുന്നു, യജമാനന്മാരെ കൊല്ലുക. രാജകൊട്ടാരത്തിൽ വെച്ച് ഡെനറിസ് മോസഡോറിനോട് ദേഷ്യത്തോടെ ചോദിച്ചു, എന്തിന്? മോസഡോർ വലീരിയൻ ഭാഷയിൽ പറഞ്ഞു, നിങ്ങൾക്കുവേണ്ടി മൈസ. അവൻ മുട്ടുകുത്തിക്കൊണ്ട് തുടർന്നു, ആ ഹാർപ്പി മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾ ഞങ്ങളെയെല്ലാം സ്വതന്ത്രരാക്കിയതുപോലെ ഞാൻ നിങ്ങളെയും സ്വതന്ത്രയാക്കി. ഡെനറിസ് പറഞ്ഞു, അവൻ നമ്മുടെ തടവുകാരനായിരുന്നു. വിചാരണ കാത്തുകഴിയുകയായിരുന്നു. നിനക്ക് യാതൊരു അവകാശവുമില്ലായിരുന്നു. മോസഡോർ വിളിച്ചു പറഞ്ഞു, അടിമകൾ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്നതിനേക്കാൾ ഈ നഗരത്തെ കീറിമുറിക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. ഡെനറിസ് അവനെ ഓർമ്മിപ്പിച്ചു, ഇനി അടിമകളില്ല, യജമാനന്മാരുമില്ല. മോസഡോർ വേദനയോടെ ചോദിച്ചു, പിന്നെ ആരാണ് പിരമിഡുകളിൽ താമസിക്കുന്നത്? ആരാണ് സ്വർണ്ണ മുഖംമൂടി ധരിച്ച് നിങ്ങളുടെ മക്കളെ കൊല്ലുന്നത്? ഗ്രേവോം ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്കുവേണ്ടി ആദ്യമായി കത്തി കൈയിലെടുത്തത് ഞാനാണ്. തന്റെ ചെറിയ മകനെ ഒരു പട്ടിക്ക് പകരം വിറ്റ യജമാനനെ എന്റെ അച്ഛൻ വെട്ടിക്കൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്ന ഭാവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ പോരാട്ടത്തിൽ എന്റെ അച്ഛൻ മരിച്ചു. ആ സൺസ് ഓഫ് ദ ഹാർപ്പി വീണ്ടും ഞങ്ങളെ ചങ്ങലകളിലാക്കാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ പിന്നെ എന്റെ അച്ഛൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഡെനറിസ് കടുത്ത സ്വരത്തിൽ പറഞ്ഞു, ആ ഹാർപ്പിയുടെ ജീവനെടുക്കാൻ നിനക്ക് അവകാശമില്ല. പണ്ട് യജമാനന്മാർ നിയമമായിരുന്നു. മോസഡോർ അവളുടെ വാക്ക് മുറിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ നിങ്ങളാണ് നിയമം. ഡെനറിസ് തീർത്തു പറഞ്ഞു, നിയമം നിയമമാണ്. ഇവനെ കൊണ്ടുപോകൂ. 2 അൺസുലീഡ് സൈനികർ അവനെ അവിടെ നിന്നും കൊണ്ടുപോയി. പിന്നീട് കോടതിക്ക് മുൻപിൽ വലിയൊരു ജനക്കൂട്ടത്തിന് നടുവിലായി ഡെനറിസ് വന്നു നിന്നു. ആളുകൾ ആർത്തുവിളിച്ചു. ഹിസ്ദാഡ് ഡാരിയോയോട് മെല്ലെ പറഞ്ഞു, അവൾ ആ പിരമിഡിൽ വെച്ചു തന്നെ അവന്റെ തലവെട്ടി ഈ പ്രശ്നം തീർക്കേണ്ടതായിരുന്നു. ഡാരിയോ മറുപടി നൽകി, അതുതന്നെയാണ് നിന്നോടും ചെയ്യാൻ ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെനറിസ് വലീരിയൻ ഭാഷയിൽ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, സ്വാതന്ത്ര്യവും നീതിയും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ എനിക്കായി വാതിലുകൾ തുറന്നു തന്നത്. ഒന്നിന് മറ്റൊന്നിന്റെ സഹായമില്ലാതെ നിലനിൽക്കാനാവില്ല. മോസഡോറിനെ സൈനികർ കൊണ്ടുവന്ന് മുട്ടുകുത്തിച്ചു നിർത്തി. ജനങ്ങൾ വിളിച്ചുകൂവി, സഹോദരൻ, സഹോദരൻ. മോസഡോർ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, മൈസ, ദയവായി എന്നോട് ക്ഷമിക്കൂ. ഡെനറിസ് ഉറക്കെ പറഞ്ഞു, മീറിനിലെ ഒരു പൗരൻ വിചാരണ കാത്തുകഴിയുകയായിരുന്നു. ഈ മനുഷ്യൻ അവനെ കൊലപ്പെടുത്തി. ഇതിനുള്ള ശിക്ഷ മരണമാണ്. ജനങ്ങൾ കണ്ണീരോടെ യാചിച്ചു, കരുണ കാണിക്കൂ, കരുണ കാണിക്കൂ. അവൾ ഡാരിയോയെ നോക്കി തലയാട്ടി. അവൻ തന്റെ വാളുമായി മോസഡോറിന്റെ അടുത്തേക്ക് നടന്നു. മോസഡോർ വലീരിയൻ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ യാചനകൾക്കിടയിൽ ഡെനറിസ് വീണ്ടും ഡാരിയോയ്ക്ക് സിഗ്നൽ നൽകി. ഒരൊറ്റ വെട്ടിന് അവൻ മോസഡോറിന്റെ തലയെറുത്തു. അവിടെ പൂർണ്ണ നിശബ്ദത പരന്നു. പെട്ടെന്ന് ജനങ്ങൾ ഡെനറിസിന് നേരെ തിരിഞ്ഞു. അവർ അവൾക്ക് നേരെ പാഞ്ഞടുത്തു. കല്ലേറ് തുടങ്ങി. സൈനികർ പരിചകൾ കൊണ്ട് അവളെ സംരക്ഷിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പിൻവാങ്ങി. തെരുവിൽ വൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അന്ന് രാത്രി തന്റെ മുറിയിലായിരിക്കെ പുറത്തുനിന്നും ഒരു വലിയ ശബ്ദം കേട്ട് ഡെനറിസ് ബാൽക്കണിയിലേക്ക് വന്നു. ഇരുളിൽ വലിയ പിരമിഡിന്റെ മുകളിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഡ്രാഗൺ ഇരിക്കുന്നത് അവൾ കണ്ടു. അവൾ അത്ഭുതത്തോടെ മന്ത്രിച്ചു, ഡ്രോഗോൺ. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് പറന്നിറങ്ങി. അവൾ സ്നേഹത്തോടെ തന്റെ കൈ അവന് നേരെ നീട്ടി. അവനത് മണത്തുനോക്കിയ ശേഷം വീണ്ടും ആ ഇരുണ്ട ആകാശത്തേക്ക് പറന്നു. നിശബ്ദത തളംകെട്ടി നിൽക്കുന്ന ബ്രാവോസിലെ ഹൗസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ അകത്തളങ്ങളിൽ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിമയിലേക്ക് വെള്ളം ഇറ്റുവീഴുന്ന നേരിയ ശബ്ദം മാത്രം മാറ്റൊലിക്കൊണ്ടു. ഒരു സിംഹാസനത്തിലിരിക്കുന്ന സിംഹം, ആടിന്റെ തലയുള്ള രൂപം, ഒരു കുതിരച്ചേവകൻ, ചുളിവുകൾ വീണ ഒരു രാജാവിന്റെ മുഖം എന്നിങ്ങനെ വിവിധ ദൈവങ്ങളുടെ പ്രതിമകൾ ആ മുറിയുടെ നിഗൂഢത വർദ്ധിപ്പിച്ചു. നടുവിലായി ദ്രാവകം നിറഞ്ഞ വലിയൊരു കുളമുണ്ടായിരുന്നു. ആ സമയത്ത് വേഫ് ഒരു ബക്കറ്റുമായി അവളെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ കടന്നുപോയി. കുളത്തിന്റെ വക്കിലിരുന്ന് ജാക്കൻ ഒരു അപരിചിതനായ മനുഷ്യനോട് രഹസ്യം പറയുകയായിരുന്നു. ആര്യ തറവാരുന്നത് നിർത്തി അവരെ ശ്രദ്ധിച്ചു. ജക്കേൻ ആ കുളത്തിൽ നിന്നും ഒരു കപ്പിൽ ദ്രാവകം കോരിയെടുത്ത് ആ മനുഷ്യന് നേരെ നീട്ടി. ആ മനുഷ്യൻ ഭയത്തോടെയും എന്നാൽ അതിലേറെ പ്രതീക്ഷയോടെയും ജാക്കേനെ നോക്കി. വലാർ മോർഘുലീസ്, ആ മനുഷ്യൻ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. കപ്പിലെ ദ്രാവകം ഒറ്റവലിക്ക് കുടിച്ച ശേഷം ആ മനുഷ്യൻ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന സ്ത്രീയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പോയി മുട്ടുകുത്തി നിന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആര്യ തന്റെ ചൂല് താഴെ വെച്ചുകൊണ്ട് പതുക്കെ ജക്കണിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു.
ദിവസങ്ങളായി ഞാൻ ഈ തറ അടിച്ചുവാരി വൃത്തിയാക്കുകയാണ്, അക്ഷമയോടെ ആര്യ പറഞ്ഞു. നല്ലത്, യാതൊരു ഭാവഭേദവുമില്ലാതെ ജാക്കേൻ പറഞ്ഞു. ഞാനിവിടേക്ക് വന്നത് തറ അടിച്ചുവാരാനല്ല, ആര്യ വീണ്ടും തറപ്പിച്ചു പറഞ്ഞു. പിന്നെ എന്തിനാണ് വന്നത്? ജക്കേൻ അവളോട് തിരിച്ചു ചോദിച്ചു. എന്നെ നിങ്ങളുടെ ശിഷ്യയാക്കാം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. ഒരു ഫേസ്ലെസ് മാൻ ആകാൻ എന്നെ പഠിപ്പിക്കാമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. അവളുടെ ശബ്ദത്തിൽ നിരാശയുണ്ടായിരുന്നു. ഒരാൾ ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് ജാക്കേൻ എഴുന്നേറ്റു നിന്നു. വലാർ ദൊഹേരിസ്, എല്ലാ മനുഷ്യരും സേവിക്കണം, പ്രത്യേകിച്ചും ഫേസ്ലെസ് മനുഷ്യർ. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും നടന്നു നീങ്ങി. എനിക്ക് സേവിക്കണം, ആര്യ ഉറക്കെ പറഞ്ഞു. ഇത് കേട്ട് ജക്കൻ പെട്ടെന്ന് നിന്നു. ഒരു പെൺകുട്ടിക്ക് അവളെത്തന്നെ സേവിക്കാനാണ് ആഗ്രഹം. ഇവിടെ നമ്മൾ മെനി ഫേസ്ഡ് ഗോഡിനെയാണ് സേവിക്കുന്നത്. അത് നന്നായി ചെയ്യാൻ ഒരു പെൺകുട്ടി ആരുമല്ലാതായി തീരണം, ജക്കേൻ അവളോട് പറഞ്ഞു. ഇതിൽ ഏതാണ് മെനി ഫേസ്ഡ് ഗോഡ്? ഞാനിവിടെ സ്ട്രേഞ്ചറിനെ കാണുന്നുണ്ട്, ഡ്രൗണ്ട് ഗോഡിനെ കാണുന്നുണ്ട്, വേർവുഡ് ഫേസും കാണുന്നുണ്ട്. ചുറ്റുമുള്ള പ്രതിമകളിലേക്ക് നോക്കിക്കൊണ്ട് ആര്യ ചോദിച്ചു. ഒരേയൊരു ദൈവം മാത്രമേയുള്ളൂ. ഒരു പെൺകുട്ടിക്ക് ആ ദൈവത്തിന്റെ പേരറിയാം. എല്ലാ മനുഷ്യർക്കും ആ ദൈവത്തിന്റെ സമ്മാനവും അറിയാം. ഇത്രയും പറഞ്ഞിട്ട് ജക്കൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. ആര്യ താഴേക്ക് നോക്കുമ്പോൾ ആ പ്രതിമയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന മനുഷ്യൻ മരിച്ചുവീണ് കിടക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് രണ്ടുപേർ ഒരു സ്ട്രെച്ചറുമായി അവിടേക്ക് വരികയും ആ മൃതദേഹം അതിൽ കിടത്തിക്കൊണ്ട് മുറിയുടെ അറ്റത്തുള്ള വാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്ത് വെയ്ഫ് വീണ്ടും അവളെയൊന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ നടന്നുപോയി. അവർ അയാളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആര്യ ചോദിച്ചു. എന്നാൽ മറുപടി പറയാതെ വെയ്ഫ് നടന്നു മറഞ്ഞു. മൃതദേഹം കൊണ്ടുപോയ ആ വാതിൽ അടയുന്നത് നോക്കി ആര്യ നിശബ്ദയായി നിന്നു. അതേസമയം കിങ്സ് ലാൻഡിംഗിലെ തെരുവുകൾ ഉത്സവലഹരിയിലായിരുന്നു. അന്തരീക്ഷമാകെ മണികളുടെ നാദവും ജനങ്ങളുടെ ആർപ്പുവിളികളും നിറഞ്ഞുനിന്നു. പൂക്കൾ വിതറിയ തെരുവിലൂടെ രാജകീയമായ കുതിരവണ്ടികൾ കടന്നുപോകുമ്പോൾ ജനങ്ങൾ ആവേശത്തോടെ കൈവീശി കാണിച്ചു. ക്വീൻ മാർജറി, അവരുടെ ശബ്ദം വാനോളമുയർന്നു. എന്നാൽ തന്റെ കുതിരവണ്ടിക്കുള്ളിലിരുന്ന് ഇതെല്ലാം കാണുന്ന സെർസിയുടെ മുഖത്ത് അസൂയയും പകയും തിളച്ചുമറിയുന്നുണ്ടായിരുന്നു. അവൾ ദേഷ്യത്തോടെ ജനലിന്റെ കർട്ടൻ വലിച്ചടച്ചു. മഹത്തായ ഗ്രേറ്റ് സെപ്റ്റിന്റെ അകത്തളങ്ങൾ സ്വർണ്ണ വെളിച്ചത്താൽ തിളങ്ങിനിന്നു. ടോമനും മാർജറിയും പരസ്പരം കൈകൾ കോർത്തുപിടിച്ചുകൊണ്ട് പുരോഹിതനു മുന്നിൽ നിന്നു. ഞാൻ അവന്റേതാണ്, അവൻ എന്റേതുമാണ്. ഇന്നുമുതൽ എന്റെ ജീവിതാവസാനം വരെ അവർ ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഇരുവരും ചുംബിച്ചപ്പോൾ സദസ്സ് മുഴുവൻ കൈയടിച്ചു. ഈ മനോഹരമായ നിമിഷങ്ങൾക്കിടയിലും സെർസിയുടെ മുഖത്ത് യാതൊരു വികാരവുമുണ്ടായിരുന്നില്ല. ഒടുവിൽ ചുറ്റുമുള്ളവർ കൈയടിക്കുന്നത് കണ്ട് അവളും നിർബന്ധിതയായി ചിരിച്ചുകൊണ്ട് കൈയടിച്ചു. അന്ന് രാത്രി ടോമനിന്റെ മുറിയിൽ ഇരുവരും ഒന്നിച്ചതിനുശേഷം ടോമൻ കിതച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. മാർജറി വളരെ സ്നേഹത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ നിന്നെ വേദനിപ്പിച്ചോ? ആശങ്കയോടെ ടോമൻ ചോദിച്ചു. നിങ്ങൾ വളരെ സ്നേഹമുള്ളവനായിരുന്നു, അവൾ മറുപടി നൽകി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, അവൻ പറഞ്ഞു. തന്റെ ബാക്കി ജീവിതം മുഴുവൻ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയെന്ന് അവൻ പറഞ്ഞു. ഇരുവരും വളരെ സന്തോഷത്തിലായിരുന്നു. ടോമനെ തനിക്കിപ്പോൾ ഒരുപാടിഷ്ടമാണെന്നും രാജാവെന്ന നിലയിൽ അവനെക്കുറിച്ചുള്ള എല്ലാം അറിയണമെന്നും അവൾ അവനോട് പറഞ്ഞു. തന്റെ സഹോദരൻ മരിച്ചതുകൊണ്ടാണ് തനിക്ക് രാജാവാകാനും ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനും കഴിഞ്ഞതെന്ന് അവൻ പറഞ്ഞപ്പോൾ അതിൽ യാതൊരു കുറ്റബോധവും തോന്നേണ്ടതില്ലെന്ന് അവൾ അവനെ സമാശ്വസിപ്പിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ടോമൻ എഴുന്നേറ്റു. നിനക്ക് കപ്പൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? അവൻ ചോദിച്ചു. തനിക്കത് വളരെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഇരുവരും തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു. അവനെ ചുംബിച്ചതിനുശേഷം ഒരു പുതപ്പ് ശരീരത്തിൽ ചുറ്റിക്കൊണ്ട് അവൾ എഴുന്നേറ്റുനിന്നു. മേഘങ്ങളെ തൊട്ടുനിൽക്കുന്നത്ര വലിയ ഈ കൊട്ടാരത്തിൽ നിന്നും തന്റെ മുത്തശ്ശിക്ക് വേഗം നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നെന്നും എല്ലാവർക്കും ഈ തലസ്ഥാന നഗരം പിടിക്കണമെന്നില്ലെന്നും അവൾ പറഞ്ഞു. തുടർന്ന് വളരെ തന്ത്രപരമായി അവൾ അവനോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മയ്ക്കിവിടെ നിൽക്കാൻ ഇഷ്ടമാണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. കിങ്സ് ലാൻഡിംഗിൽ ആരെയും വിശ്വസിക്കരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ടോമൻ നിഷ്കളങ്കമായി മറുപടി നൽകി. അതെല്ലാം അമ്മയുടെ സ്നേഹമാണെന്നും ഇത്രയും വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച ഒരമ്മയ്ക്ക് തന്റെ മകനെ എപ്പോഴും കാത്തുരക്ഷിക്കാൻ ആഗ്രഹമുണ്ടാകുമെന്നും അവൾ പറഞ്ഞപ്പോൾ താനിപ്പോൾ ഒരു പുരുഷനാണെന്നും രാജാവാണെന്നും അവൻ ഓർമ്മിപ്പിച്ചു. എങ്കിലും അമ്മയുടെ കണ്ണിൽ അവൻ എന്നും ഒരു കൊച്ചുകുട്ടിയായിരിക്കുമെന്ന് പറഞ്ഞ് മാർജറി അവനിൽ തന്റെ അമ്മയോടുള്ള ഒരകൽച്ചയുടെ വിത്ത് പാകി. പിറ്റേന്ന് പകൽ സെർസിയും ടോമനും കോട്ടയുടെ മുകളിലൂടെ നടക്കുകയായിരുന്നു. കുറച്ച് കാവൽക്കാരും അവർക്ക് പിന്നിലുണ്ടായിരുന്നു. ടോമനിന്റെയും പുതിയ രാജ്ഞിയുടെയും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം സെർസി വളരെ ലാഘവത്തോടെ സംസാരിച്ചു. എന്നാൽ പെട്ടെന്ന് ടോമൻ ചോദിച്ചു, അമ്മയ്ക്ക് എപ്പോഴെങ്കിലും കാസ്റ്റർലി റോക്കിനെക്കുറിച്ച് ഓർമ്മ വരാറുണ്ടോ? എനിക്കിനി കാസ്റ്റർലി റോക്കിൽ ഒന്നുമില്ല, സെർസി മറുപടി പറഞ്ഞു. അമ്മ വളർന്നത് അവിടെയല്ലേ? അവിടുത്തെ ആളുകളെയാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ. കിങ്സ് ലാൻഡിംഗിൽ എപ്പോഴും കുതിരച്ചാണകത്തിന്റെയും പുളിച്ച പാലിന്റെയും മണമാണെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അവൻ ചോദിച്ചു. ഇതെല്ലാം കേട്ട് സെർസി ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നമ്മളെന്തിനാണ് ഇപ്പോൾ കാസ്റ്റർലി റോക്കിനെപ്പറ്റി സംസാരിക്കുന്നത്? താനിതെല്ലാം പറഞ്ഞത് അമ്മയുടെ യഥാർത്ഥ വീട് അതാണെന്നും
അമ്മയ്ക്ക് അവിടെയായിരിക്കും കൂടുതൽ സന്തോഷം ലഭിക്കുക എന്ന് കരുതിയിട്ടാണെന്നും അവൻ പറഞ്ഞപ്പോൾ സെർസിയുടെ മുഖം മാറി. തന്റെ മകന്റെ തലയിൽ ഈ ചിന്തകൾ കുത്തിവെച്ചതാരാണെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായി. തന്റെ കുടുംബം ജീവിക്കുന്ന ഇവിടമാണ് തന്റെ വീടെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. അധികം വൈകാതെ സെർസി മാർജറിയുടെ മുറിയിലെത്തി. അവിടെ അവൾ തന്റെ തോഴിമാരുമായി ചിരിച്ചുല്ലസിച്ച് ചായ കുടിക്കുകയായിരുന്നു. സെർസിയെ കണ്ടയുടനെ എല്ലാവരും എഴുന്നേറ്റു വണങ്ങി. വളരെ സ്നേഹം നടിച്ച് മാർജറി അവളെ കെട്ടിപ്പിടിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. വിവാഹജീവിതം അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടെന്ന് സെർസി പറഞ്ഞപ്പോൾ തങ്ങൾക്കു വേണ്ടി എന്തെങ്കിലും കഴിക്കാനെടുക്കട്ടെ എന്ന് മാർജറി ചോദിച്ചു. എന്നാൽ തനിക്ക് നിൽക്കാൻ സമയമില്ലെന്നും അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാനാണ് വന്നതെന്നും സെർസി പറഞ്ഞു. ടോമൻ അവളുടെ കാര്യത്തിൽ വളരെ സന്തുഷ്ടനാണെന്ന് കേട്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സെർസി അറിയിച്ചു. താൻ വളരെ ക്ഷീണിതയാണെന്നും പാതി സിംഹവും പാതിമാനുമാകുമ്പോൾ അങ്ങനെയാണല്ലോ എന്ന് മാർജറി പറഞ്ഞപ്പോൾ അവിടെ വലിയൊരു പൊട്ടിച്ചിരി മുഴങ്ങി. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ സെർസിയോട് മാർജറി വളരെ പരിഹാസരൂപത്തിൽ ചോദിച്ചു, ക്ഷമിക്കണം, ഞാനിവിടുത്തെ കൊട്ടാരത്തിലെ കാര്യങ്ങളിൽ അത്ര പരിചയമുള്ളവളല്ല. നിങ്ങളെ ഞാൻ ഇനി എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്? ക്വീൻ മദർ എന്നോ അതോ ഡവേജർ ക്വീൻ എന്നോ? യാതൊരു ഭാവഭേദവുമില്ലാതെ സെർസി പറഞ്ഞു. അങ്ങനെയുള്ള ഔപചാരികതയുടെ ആവശ്യമൊന്നുമില്ല. എന്തായാലും അധികം വൈകാതെ ക്വീൻ മദർ ഒരു ക്വീൻ ഗ്രാൻഡ് മദറാകും. മാർജറി വീണ്ടും അവളെ പ്രകോപിപ്പിച്ചു. അതൊരു മനോഹരമായ ദിവസമായിരിക്കുമെന്ന് പറഞ്ഞ് സെർസി അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. അവൾ പോയതിനു പിന്നാലെ മാർജറിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. എന്നാൽ കൂട്ടുകാരികൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അവളും ചിരിയിൽ പങ്കുചേർന്നു. ആ മുറിക്ക് പുറത്ത് നടന്നു പോകുമ്പോഴും ആ പരിഹാസച്ചിരികൾ സെർസിയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അങ്ങ് വടക്ക് വിന്റർഫെല്ലിലെ കോട്ടമുറ്റത്ത് ഭയം തളംകെട്ടി നിന്നു. ബോൾട്ടൺ പടയാളികൾ കോട്ടയിലേക്ക് കുതിരയോടിച്ചു കയറുന്നുണ്ടായിരുന്നു. പണിക്കാർ കോട്ടയുടെ അറ്റകുറ്റപ്പണികളിൽ മുഴുകിയിരുന്നു. ചത്ത ഒരു പക്ഷിയുമായി നടന്നുപോകുന്ന തീയൻ പെട്ടെന്ന് അവിടെ കണ്ട കാഴ്ചയിൽ ഞെട്ടിവിറച്ചു. കുറച്ച് പടയാളികൾ ചേർന്ന് തൊലിയുരിക്കപ്പെട്ട മനുഷ്യശരീരങ്ങൾ കയറിൽ കെട്ടി ഉയർത്തുകയായിരുന്നു. ഭയത്തോടെ തലതാഴ്ത്തി അവൻ വേഗത്തിൽ അവിടെ നിന്നും നടന്നു നീങ്ങി. കോട്ടയുടെ വലിയ ഊട്ടുപുരയിൽ റൂസും റാംസയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. റാംസെ വളരെ മൃഗീയമായാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഈ സമയത്ത് തിയോൺ ഒരു പാത്രത്തിൽ ഭക്ഷണവുമായി അവിടെ വന്നു നിന്നു. റാംസെ അതിൽ നിന്നും കുറച്ചെടുത്ത് തന്റെ പാത്രത്തിലേക്കിട്ടു. തനിക്ക് വേറെ വഴിയില്ലായിരുന്നെന്നും അതുകൊണ്ട് അവനെയും അവന്റെ ഭാര്യയെയും സഹോദരനെയും ജീവനോടെ തൊലിയുരിച്ചെന്നും അവൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞു. അവന്റെ മകനെക്കൊണ്ട് അതെല്ലാം കണ്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചെന്നും പുതിയ ലോർഡ് സെർവിൻ കൃത്യമായി കരം നൽകിയെന്നും അവൻ കൂട്ടിച്ചേർത്തു. പെട്ടെന്ന് റോസ് തന്റെ മകനോട് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി താൻ പറയുന്നത് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടു. ഭയത്തോടെ തിയോൺ ആ പാത്രം അവിടെ വെച്ച് മാറി നിന്നു. റാംസെ തന്റെ കൈയിലെ പാത്രങ്ങൾ താഴെവെച്ച് അച്ഛനെ ശ്രദ്ധിച്ചു. നോർത്തിലെ ബാക്കിയുള്ള കുടുംബങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അവരെ നേരിടാനുള്ള സൈന്യം തങ്ങൾക്കില്ലെന്ന് റോസ് വ്യക്തമാക്കി. ലാനിസ്റ്ററുകളുമായുള്ള സഖ്യം തങ്ങളെ സംരക്ഷിക്കുമെന്ന് റാംസെ പറഞ്ഞപ്പോൾ തനിക്ക് സഖ്യമുണ്ടായിരുന്നത് ടൈവിൻ ലാനിസ്റ്റർ നോടായിരുന്നെന്നും അയാൾ ഇപ്പോൾ മരിച്ചുവെന്നും റോസ് ഓർമ്മിപ്പിച്ചു. ബാക്കിയുള്ള ലാനിസ്റ്ററുകൾ ആയിരക്കണക്കിന് മൈലുകൾ അകലെയാണെന്നും അവർ ഒരിക്കലും തങ്ങളുടെ സൈന്യത്തെ ഇത്രയും വടക്കോട്ടയക്കില്ലെന്നും അയാൾ പറഞ്ഞു. മറ്റു കുടുംബങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് റോസ് തീർത്തു പറഞ്ഞു. നോർത്തിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ താൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും അയാൾ പ്രഖ്യാപിച്ചു. മഞ്ഞുമൂടിയ മലനിരകൾക്കപ്പുറം മോട്ട് കെയ്ലിന്റെ രൂപം തെളിഞ്ഞുവന്നു. സൻസയും ബെലിഷും ഒരു കൂട്ടം പടയാളികൾക്കൊപ്പം കുതിരപ്പുറത്ത് അവിടെയെത്തി. അവർ അവിടെ കുതിരകളെ നിർത്തി. കോട്ടയുടെ കാഴ്ച വ്യക്തമായി കാണാവുന്ന ഒരിടത്തേക്ക് ബേലിഷ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ചതുപ്പുനിലങ്ങളാൽ ചുറ്റപ്പെട്ട ആ കോട്ട കണ്ടപ്പോൾ സൻസ പറഞ്ഞു, അതാണ് മോട്ട് കെയ്ലിൻ. അതെ, കുറച്ചു പഴക്കമുള്ളതാണല്ലേ. നീ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്, ബേലിഷ് പറഞ്ഞു. താൻ തന്റെ അച്ഛന്റെയും ആര്യായുടെയും ഒപ്പം കിങ്സ് ലാൻഡിംഗിലേക്ക് പോകുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അവൾ ഓർത്തു. പെട്ടെന്നവൾ ചോദിച്ചു, നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? വീട്ടിലേക്ക്, അയാൾ മറുപടി നൽകി. ബോൾട്ടന്മാരാണ് ഇപ്പോൾ വിന്റർഫെൽ ഭരിക്കുന്നതെന്ന് പറഞ്ഞവൾ ആശങ്കയോടെ നിന്നു. ഈ വിവാഹാലോചന തനിക്കുവേണ്ടിയല്ലേ എന്ന് അവൾ ചോദിച്ചപ്പോൾ അല്ലെന്ന് അയാൾ തലയാട്ടി. റൂസ് ബോൾട്ടൺ തന്റെ സഹോദരനെ കൊലപ്പെടുത്തിയെന്നും തന്റെ കുടുംബത്തെ വഞ്ചിച്ചെന്നും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അയാൾ ലാനിസ്റ്ററുകളെയാണ് സേവിക്കുന്നതെന്നും താൻ ഒരിക്കലും അങ്ങോട്ട് പോകില്ലെന്നും അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ വിന്റർഫെൽ അവളുടെ വീടാണെന്നും അവൾ മുടിക്ക് നിറം നൽകിയതുകൊണ്ട് മാത്രം അവൾ സാൻസ സ്റ്റാർക്ക് അല്ലാതാകില്ലെന്നും അയാൾ ഓർമ്മിപ്പിച്ചു. താൻ ഒരിക്കലും അവനെ വിവാഹം കഴിക്കില്ലെന്നും അതിലും ഭേദം മരിക്കുന്നതാണെന്നും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയാൾ അവളെ ചേർത്തുപിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം നിനക്കറിയില്ലേ? നീ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ കുതിരകളെ തിരിച്ചുവിടാം. പക്ഷെ നീ പറയുന്നത് കേൾക്ക്. നീ ജീവിതകാലം മുഴുവൻ ഓടുകയായിരുന്നു. നിന്റെ കുടുംബത്തിന് വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു. നിന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ദിവസം മുതൽ നീ ഈ ദുരന്തങ്ങളുടെ എല്ലാം ഒരു കാഴ്ചക്കാരി മാത്രമാണ്. കാഴ്ചക്കാരിയാകുന്നത് നിർത്തു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓടുന്നത് നിർത്തു. ഈ ലോകത്ത് നീതിയില്ല. നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. നീ നിന്റെ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു. അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യ്. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അയാൾ കുതിരകൾക്കടുത്തേക്ക് നടന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് പുതിയൊരു തീരുമാനത്തോടെ അവൾ കുതിരപ്പുറത്ത് കയറി. അവർ വീണ്ടും യാത്ര തുടർന്നു.
രാത്രി കാടിനുള്ളിൽ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോഡ്രിക് തന്റെ ബൂട്ട് വൃത്തിയാക്കുകയായിരുന്നു. ഇത്രയും പ്രായമായിട്ടും എങ്ങനെയാണ് ടിരിയണിന്റെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതെന്ന് ബ്രിയൻ ചോദിച്ചു. താൻ പണ്ട് സർ ലോറിമർ എന്നൊരാളുടെ കീഴിലായിരുന്നെന്നും ഒരു രാത്രി മദ്യപിച്ച് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അയാൾ ഒരു വലിയ ഇറച്ചിക്കഷ്ണം മോഷ്ടിച്ചെന്നും അവൻ പറഞ്ഞു. അന്ന് താനും മദ്യപിച്ചിരുന്നെന്നും അതിൽ പകുതി അയാൾ തനിക്ക് നൽകിയെന്നും അവൻ ഓർത്തു. പിറ്റേന്ന് രാവിലെ കാവൽക്കാർ അയാളെ പിടികൂടുകയും തൂക്കിലേറ്റുകയും ചെയ്തു. തനിക്കുവേണ്ടിയും അവർ കയർ തയ്യാറാക്കിയിരുന്നു. എന്നാൽ തന്റെ കുടുംബപ്പേര് പെയിൻ എന്നായതുകൊണ്ട് ലോർഡ് ടൈവിൻ തന്നെ വെറുതെ വിടുകയും തന്റെ മകന്റെ സേവകനായി കിങ്സ് ലാൻഡിംഗിലേക്ക് അയക്കുകയും ചെയ്തെന്ന് അവൻ വിവരിച്ചു. നാളെ മുതൽ അവനെ യഥാർത്ഥ പോരാട്ടം പഠിപ്പിക്കാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു. കാസിൽ ബ്ലാക്കിലെ ജോണിന്റെ മുറിയിൽ ഓലി വാതിൽ തുറന്നുകൊടുത്തു. അവിടെ സ്റ്റാനിസും ഡാവോസും വന്നുനിന്നു. സ്റ്റാനിസിനെ കണ്ടയുടനെ ജോൺ എഴുന്നേറ്റുനിന്നു. തങ്ങൾക്ക് തനിച്ച് സംസാരിക്കണമെന്ന് സ്റ്റാനിസ് പറഞ്ഞപ്പോൾ ഓലി തന്റെ സഹായിയാണെന്നും അവൻ എല്ലാം കേൾക്കണമെന്നും ജോൺ പറഞ്ഞു. താൻ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് ചിന്തിച്ചോ എന്ന് സ്റ്റാനിസ് ചോദിച്ചു. തനിക്കതൊരു വലിയ ബഹുമതിയാണെന്നും ജീവിതകാലം മുഴുവൻ താൻ ജോൺ സ്റ്റാർക്കാകാൻ ആഗ്രഹിച്ചിരുന്നെന്നും അവൻ പറഞ്ഞു. എന്നാൽ നൈറ്റ്സ് വാച്ചിന്റെ കമാൻഡർ എന്ന നിലയിൽ തന്റെ കടമകൾ ഇവിടെയാണെന്നും അതിനാൽ ആ വാഗ്ദാനം നിരസിക്കുകയാണെന്നും അവൻ വ്യക്തമാക്കി. തന്റെ കുടുംബത്തിന് സംഭവിച്ചതിന് പ്രതികാരം ചെയ്യാനും താൻ വളർന്ന കോട്ട തിരിച്ചുപിടിക്കാനും നോർത്ത് ഭരിക്കാനുമുള്ള അവസരമാണ് താൻ നൽകുന്നതെന്ന് സ്റ്റാനിസ് ഓർമ്മിപ്പിച്ചു. കാസിൽ ബ്ലാക്കിൽ ഇനി എത്രനാൾ ഉണ്ടാകുമെന്ന് ജോൺ ചോദിച്ചപ്പോൾ ശൈത്യകാലം വരുന്നതിനു മുൻപ് 2 ആഴ്ചയ്ക്കുള്ളിൽ തങ്ങൾ വിൻഡർഫെല്ലിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് സ്റ്റാനിസ് പറഞ്ഞു. തടവുകാരായ വൈൽഡിങ്ങുകളുടെ കാര്യം താൻ ജോണിനെ ഏൽപ്പിക്കുകയാണെന്നും അവരെ വധിക്കണോ അതോ അവരുമായി സന്ധി ചെയ്യണോ എന്ന് അവന് തീരുമാനിക്കാമെന്നും അയാൾ പറഞ്ഞു. കൂടാതെ അവനിവിടെ ധാരാളം ശത്രുക്കളുണ്ടെന്നും അതിനാൽ അലിസർ തോണിനെ ഇവിടെ നിന്നും മാറ്റുന്നത് നന്നായിരിക്കുമെന്നും അയാൾ ഉപദേശിച്ചു. ഇത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പുറത്തേക്ക് പോയി. എന്നാൽ ഡാവോസ് കുറച്ചുനേരം അവിടെ നിന്നു. നോർത്ത് ഭരിക്കുന്നത് ബോൾട്ടൺമാർ ആകുന്നിടത്തോളം കാലം അവിടുത്തെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അയാളും അവിടെ നിന്നും നടന്നുപോയി. ബ്രാവോസിൽ ആര്യ തന്റെ മുറിയിൽ കട്ടിലിൽ കിടന്ന് ആ പഴയ നാണയം വെച്ച് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് ഒരു വടിയുമായി വെയ്ഫ് അവിടേക്ക് വന്നു. നിനക്കെന്താണ് വേണ്ടത്? ആര്യ ചോദിച്ചു. നീ ആരാണ്? വെയ്ഫ് ഗൗരവത്തോടെ ചോദിച്ചു. താൻ അധ്വാനിച്ച് നേടിയതല്ലാത്ത ഒരു നാണയവുമായി ഇവിടെ വന്ന അവൾ ആരാണെന്ന് അവൾ വീണ്ടും ചോദിച്ചു. കുറച്ചുനേരത്തെ മൗനത്തിനു ശേഷം ആര്യ പറഞ്ഞു, ആരുമല്ല. പെട്ടെന്ന് വെയ്ഫ് തന്റെ കയ്യിലിരുന്ന വടികൊണ്ട് അവളുടെ കയ്യിൽ ശക്തിയായി അടിച്ചു. വേദന കൊണ്ട് ആര്യ എഴുന്നേറ്റു നിന്നു. ഇതൊരു പച്ചക്കള്ളമാണെന്നും സത്യം പറയാനും ആവശ്യപ്പെട്ടുകൊണ്ട് അവൾ വീണ്ടും വീണ്ടും ആര്യയെ അടിച്ചു താഴെയിട്ടു. ദേഷ്യം വന്ന ആര്യ തന്റെ വാളെടുക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ജക്കൺ അവിടെ പ്രത്യക്ഷപ്പെട്ടു. തങ്ങൾ മുഖങ്ങളുടെ കളി കളിക്കുകയായിരുന്നെന്ന് വെയ്ഫ് പറഞ്ഞു. പെൺകുട്ടി അതിന് തയ്യാറായിട്ടില്ലെന്ന് ജക്കൺ പറഞ്ഞപ്പോൾ താൻ തയ്യാറാണെന്ന് പറഞ്ഞ് ആര്യ എഴുന്നേറ്റു നിന്നു. എന്നാൽ കട്ടിലിരിക്കുന്ന വാൾ കാണിച്ച് ജക്കൺ ചോദിച്ചു, ഇത് ആരുടെ വാളാണ്? ഇത് ആര്യ സ്റ്റാർക്കിന്റേതാണ്. അവളുടെ വാൾ, അവളുടെ വസ്ത്രങ്ങൾ, അവളുടെ മോഷ്ടിച്ച നാണയങ്ങൾ. ആരുമല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാകുന്നത്? വളരെ പുച്ഛത്തോടെ നോക്കി വെയ്ഫ് അവിടുന്ന് പോയി. പിന്നീട് കടൽപ്പാലത്തിൽ നിന്നുകൊണ്ട് ആര്യ തന്റെ പഴയ വസ്ത്രങ്ങളെല്ലാം ഒരു കല്ലിൽ കെട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ നാണയസഞ്ചിയും ആ പഴയ നാണയവും അവൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു. എന്നാൽ തന്റെ വാളായ നീഡിൽ വലിച്ചെറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കണ്ണീരോടെ അവൾ അവിടെയുണ്ടായിരുന്ന കുറച്ച് കല്ലുകൾക്കിടയിൽ ആ വാൾ ഒളിച്ചുവെച്ചു. പിന്നീട് വലിയ മുറിയിൽ തറവാരിക്കൊണ്ടിരിക്കുമ്പോൾ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന വാതിൽ തുറന്നുകിടക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് ജക്കൺ അവളുടെ തോളിൽ സ്പർശിച്ചുകൊണ്ട് ആ വാതിലിനടുത്തേക്ക് നടന്നു. അവളും അയാളെ പിന്തുടർന്നു. ഇരുണ്ട ഇടനാഴിയിലൂടെ നടന്ന് അവർ ഒരു വലിയ അറയിലെത്തി. അവിടെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മേശയിൽ മൃതദേഹം കിടത്തിയിട്ടുണ്ടായിരുന്നു. വൈഫ് അതിന്റെ അരികിൽ നിൽപ്പുമുണ്ടായിരുന്നു. ജക്കേൻ അവിടെ നിന്നും പോയതിനുശേഷം വൈഫ് ആ മൃതദേഹത്തിലെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നനഞ്ഞ തുണികൊണ്ട് അത് വൃത്തിയാക്കാൻ തുടങ്ങി. ആര്യയും അവൾക്കൊപ്പം കൂടി. അവരെ കഴുകിയതിനുശേഷം എന്തു ചെയ്യുമെന്ന് ചോദിച്ചെങ്കിലും അവൾ ഒരു ചെറുപുഞ്ചിരി മാത്രം നൽകി. വിൻഡർഫെല്ലിലെ വലിയ ഇരുമ്പുവാതിലുകൾ തുറക്കപ്പെട്ടു. സാൻസായും ബെലിഷും കുതിരപ്പടയാളികൾക്കൊപ്പം അകത്തേക്ക് പ്രവേശിച്ചു. ഭയത്തോടെ കോട്ടയിലെ അഴികൾക്കിടയിലൂടെ തിയോൺ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവൾ കുതിരപ്പുറത്തുനിന്നും താഴെ ഇറങ്ങിയപ്പോൾ റൂസും റാംസേയും അവൾക്കരികിലേക്ക് വന്നു. വളരെ ഭയമുണ്ടായിരുന്നെങ്കിലും അവൾ അത് പുറത്തു കാണിക്കാതെ അവരെ നോക്കി പുഞ്ചിരിച്ചു. റൂസ് അവളെ സ്വാഗതം ചെയ്യുകയും തന്റെ മകനായ റാംസേയെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അവൻ അവളുടെ കൈകളിൽ പിടിച്ച് ചുംബിച്ചുകൊണ്ട് തന്റെ സന്തോഷമറിയിച്ചു. കാസിൽ ബ്ലാക്കിലെ ഊട്ടുപുരയിൽ ജോൺ കമാൻഡറുടെ കസേരയിൽ ഇരിക്കുകയായിരുന്നു. തുടർന്ന് അലിസർ തോണിനെ കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായ ഫസ്റ്റ് റേഞ്ചറായി അവൻ നിയമിച്ചു. എല്ലാവരും അതിനെ വലിയ കയ്യടിയോടെ സ്വീകരിച്ചു. എന്നാൽ ജാനോസ് ലിൻഡിന് നാശോന്മുഖമായ ഗേർഗാർഡ് കോട്ടയുടെ ചുമതലയാണ് അവൻ നൽകിയത്. ഇത് കേട്ട് അയാൾ ദേഷ്യത്തോടെ എഴുന്നേറ്റുനിന്നു. താൻ ആ ചുമതല ഏറ്റെടുക്കില്ലെന്നും തന്നെ അപമാനിക്കുകയാണെന്നും അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒരു കമാൻഡർ എന്ന നിലയിൽ ഇത് തന്റെ ഉത്തരവായതുകൊണ്ട് അത് അനുസരിക്കാൻ അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ പരുഷമായ ഭാഷയിൽ അവനെ അപമാനിച്ചു.
അവനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ജോൺ ഉത്തരവിട്ടു. ഭയന്നുവിറച്ച അയാൾക്കു ചുറ്റും പടയാളികൾ വട്ടമിട്ടു. കുതറിയോടാൻ ശ്രമിച്ചെങ്കിലും അവർ അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വധശിക്ഷ നടപ്പിലാക്കാനുള്ള മരത്തടിയിൽ അയാളുടെ തലവെച്ചു. താൻ കമാൻഡറെ അനുസരിക്കാമെന്നും തന്നെ കൊല്ലരുതെന്നും അയാൾ കാലുപിടിച്ച് കരഞ്ഞു. എന്നാൽ യാതൊരു ദയയുമില്ലാതെ ജോൺ തന്റെ വാളോങ്ങി അയാളുടെ തലയറുത്തു. വളരെ ദൂരെ നിന്നും ഇതെല്ലാം കാണുകയായിരുന്ന സ്റ്റാനിസ് അവനെ നോക്കി സമ്മതത്തോടെ തലകുലുക്കി. കിങ്സ് ലാൻഡിംഗിൽ ഒരു വേശ്യാലയത്തിന്റെ നടുവിൽ ഹൈ സെപ്റ്റൻ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. 7 ദേവതകളുടെ വേഷം ധരിച്ച വേശ്യകൾ അവനു ചുറ്റും നൃത്തം ചെയ്തു. പെട്ടെന്ന് ലാൻസൽ ലാനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ അവിടേക്ക് ഇരച്ചുകയറി. അവർ അവിടെയുണ്ടായിരുന്നവരെ ആക്രമിക്കുകയും ഹൈ സെപ്റ്റനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മതത്തെ അപമാനിച്ചതിന് അവനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് അവർ അവനെ പൂർണ്ണനഗ്നനാക്കി തെരുവിലൂടെ നടത്തിച്ചു. ചുറ്റും കൂടിയ ജനങ്ങൾ പാപി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിച്ചു. പിന്നീട് രാജസദസ്സിലെത്തിയ അവൻ തനിക്കുണ്ടായ അപമാനത്തെക്കുറിച്ച് സെർസി, പൈസൽ, മെയ്സ്, ക്യൈബേൺ എന്നിവരോട് പരാതിപ്പെട്ടു. തന്നെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നും അവരുടെ തലവനായ ഹൈസ്പാരോവെ വധിക്കണമെന്നും അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ സെർസി അതത്ര കാര്യമാക്കിയില്ല. അവൾ നേരെ ഹൈസ്പാരോവെ കാണാൻ തെരുവിലേക്ക് പോയി. താൻ വളരെ സാധാരണക്കാരനാണെന്നും ഈ ജനങ്ങളെ സഹായിക്കുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും അയാൾ പറഞ്ഞു. എന്നാൽ സെർസി അയാളോട് വളരെ തന്ത്രപരമായി സംസാരിച്ചു. ഹൈ സെപ്റ്റനെ താൻ ഇതിനോടകം തന്നെ തടവിലാക്കിയിട്ടുണ്ടെന്നും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് രാജകുടുംബവും മതവും ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണെന്നും അവൾ അയാളെ ബോധ്യപ്പെടുത്തി. ക്വൈബേണിന്റെ ഭയാനകമായ പരീക്ഷണശാലയിൽ അവനൊരു എലിയുടെ രക്തമെടുക്കുകയായിരുന്നു. അവിടേക്ക് വന്ന സെർസി ലിറ്റിൽ ഫിംഗറിന് നൽകാനുള്ള ഒരു കത്ത് അവനെ ഏൽപ്പിച്ചു. അവനത് മേശപ്പുറത്ത് വെക്കുമ്പോൾ അതിനടുത്തായി വലിയൊരു തുണികൊണ്ട് മൂടിവെച്ച ഒരു ശരീരം പെട്ടെന്ന് ജീവൻ വന്നതുപോലെ അനങ്ങുന്നത് കാണാമായിരുന്നു. വിന്റർഫെല്ലിൽ ബേലിഷും റൂസും സംസാരിച്ചുകൊണ്ടിരുന്നു. സൻസ ഇപ്പോഴും കന്യകയാണെന്നും അവൾ ടിരിയന്റെ കൂടെ കിടന്നിട്ടില്ലെന്നും അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ലാനിസ്റ്ററുകളോട് വലിയ കൂറുള്ള അയാൾ എന്തിനാണ് ഇപ്പോൾ തങ്ങളെ സഹായിക്കുന്നതെന്ന് റോസ് സംശയത്തോടെ ചോദിച്ചു. ടൈവിൻ മരിച്ചെന്നും ഇനി ലാനിസ്റ്ററുകൾക്ക് പഴയ ശക്തിയില്ലെന്നും അയാൾ പറഞ്ഞു. അങ്ങ് വോളാൻഡിസിൽ വലിയൊരു കുതിരവണ്ടിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ടിരിയനും വാരീസും. തനിക്ക് ഇനിയും ഇതിനുള്ളിൽ ഇരിക്കാൻ കഴിയില്ലെന്നും പുറത്തിറങ്ങണമെന്നും ടിരിയൻ വാശിപിടിച്ചു. അങ്ങനെ അവർ ആ വലിയ നഗരത്തിന്റെ തെരുവിലൂടെ നടക്കാൻ തുടങ്ങി. അവിടെ മുഖത്ത് പച്ചകുത്തിയ നിരവധി അടിമകളെ അവർ കണ്ടു. ഒരു സ്ഥലത്ത് ഡ്രാഗണുകളുടെ രാജ്ഞിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു ചുവന്ന പുരോഹിതയെ അവർ കണ്ടു. പിന്നീട് അവർ ഒരു വേശ്യാലയത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഡെനറീസിനെപ്പോലെ വേഷം ധരിച്ച ഒരു വേശ്യയെ കണ്ടപ്പോൾ ടിരിയന് കൗതുകം തോന്നി. അവൻ മറ്റൊരു വേശ്യയുടെ അടുത്തേക്ക് പോയി സംസാരിക്കാൻ തുടങ്ങി. അവൾ അവനെ തന്റെ മുറിയിലേക്ക് ക്ഷണിച്ചെങ്കിലും പെട്ടെന്ന് അവൻ അവളോടൊപ്പം പോകാൻ താൽപ്പര്യമില്ലാതെയായി. തനിക്കിതിന് കഴിയില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. അവൻ ജനലിലൂടെ പുറത്തേക്ക് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ അവന്റെ പിന്നിൽ വന്നു നിന്നു. അത് വേരീസായിരിക്കുമെന്ന് കരുതി അവൻ തിരിഞ്ഞുനോക്കിയപ്പോൾ അത് ജോരാഹ് ആയിരുന്നു. അവൻ പെട്ടെന്ന് ഒരു കയറെടുത്ത് ടിരിയന്റെ ശരീരത്തിൽ കെട്ടിയിട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവൻ കുതറാൻ ശ്രമിച്ചു. അവന്റെ വായിൽ ഒരു തുണി തിരുകിക്കൊണ്ട് ജോരാഹ് പറഞ്ഞു, "ഞാൻ നിന്നെ രാജ്ഞിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ്." ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവനെ അവിടെ നിന്നും തോളിലേറ്റിക്കൊണ്ടുപോയി. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.